ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 2 തെസ്സലോനിക്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ എന്ന് നാം വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം കർത്താവിൻ്റെ സ്നേഹത്തിലേക്കുള്ള വഴി എന്നാകും. ക്രിസ്തുവിൻ്റെ ദീർഘക്ഷമയാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ കൈമുതൽ എന്ന് പറയുന്നത്. കർത്താവ് നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ദീർഘക്ഷമയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കാണില്ലായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവകൃപ അനുഭവിക്കുന്ന ദൈവജനം ദൈവസ്നേഹം ഉണ്ടാകുമാർ ദൈവസന്നിധിയിൽ പലപ്പോഴും പ്രാർത്ഥിക്കുന്നില്ല. ഒരു സമയത്ത് പൗലോസ് തെസ്സലോനിക്യ സഭയെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നില്ല. അവരുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്തിലേക്ക് തിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ദൈവം നമുക്ക് ഈ അനുഗ്രഹങ്ങളെയെല്ലാം തന്നല്ലോ. പക്ഷേ നമ്മുടെ ഹൃദയം എപ്പോഴും അവനാലോ അവൻ്റെ സ്നേഹത്താലോ കർത്താവിൻ്റെ സഹിഷ്ണുതയാലോ നിറഞ്ഞിരിക്കുന്നില്ല. നമ്മെ എപ്പോഴും നിയന്ത്രിക്കുന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളും അക്ഷമയുമാണ്. അതല്ലേ ശരി? ദൈവവചനത്തിൽ അനേക ഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവസ്നേഹം നമ്മുടെ കൈമുതലാണെന്ന്. കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കേണ്ടതിന് നമ്മുടെ മനസ്സിനെ ദൈവസ്നേഹത്തിൽ മുക്കിയെടുക്കണം. കർത്താവായ യേശു തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ വസിച്ചല്ലോ, അതുപോലെ നാമും ചെയ്യണം. നമുക്ക് ദൈവസ്നേഹം ലഭിക്കുക മാത്രമല്ല, നമ്മിൽ ദൈവസ്നേഹം വസിക്കണം. ദൈവസ്നേഹം ആയതുകൊണ്ട് ദൈവം നമ്മിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം നമ്മിൽ വസിക്കുക എന്നർത്ഥം. തീർച്ചയായും നാം ശ്രദ്ധ വയ്ക്കുമെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ സ്നേഹത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മൃദുസ്വരത്തെ നാം തിരസ്കരിക്കുകയാണെങ്കിൽ ദൈവസ്നേഹം എന്ന അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ പാപ സ്വഭാവം നമ്മെ കീഴ്പ്പെടുത്തും. ഇന്നും അനേകരെ അത് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമുക്ക് ക്രിസ്തു ഉള്ളതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയും നമുക്കുണ്ട്. ക്ഷീണിതരായ പല വിശ്വാസികളും സഹിഷ്ണുതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ക്ലേശങ്ങൾ തന്നെ ലഭിക്കുന്നു. ഈ ക്ലേശങ്ങൾ ഒട്ടും ദൈവസന്നിധിയിൽ ആർക്കും അത്ര സന്തോഷകരമല്ല. എന്തിനാ ക്ലേശങ്ങൾ കൊടുക്കുന്നത്? അതൊരു അഭ്യസന കളരിയായിരിക്കും. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായ സഹിഷ്ണുത നമ്മിൽ വസിക്കണം. നമ്മെ ക്രിസ്തുവിൻ്റെ ജീവിതം സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടി സഹിഷ്ണുത പ്രകടിപ്പിക്കണം. ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയാണ് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ കൈമുതൽ എങ്കിൽ നാം ലോകത്തിൻ്റെ പൊട്ടക്കലങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നത് ദൈവം കാത്തിരിക്കുന്നു. ഒരു മനുഷ്യന് തൻ്റെ വഴി ഏതെന്നറിയുവാൻ അല്ലെങ്കിൽ അറിയാതെ വന്നാൽ അവൻ പലരോടും അപരിചിതരോടും ദിശ ഏതെന്ന് ചോദിക്കും. കർത്താവിൻ്റെ 2-ാം വരവിനെക്കുറിച്ചും അതിൻ്റെ പിന്നാലെയുള്ള സംഭവങ്ങളെക്കുറിച്ചും തെസ്സലോനിക്യർക്ക് വഴി തെറ്റിയതുപോലെ ആയിരുന്നു. സ്നേഹവാനായ ദൈവം തൻ്റെ ചില മക്കളെ കൈവിട്ട് കളയുമോ?
കൈവിടപ്പെട്ടവർ പിന്നെ എങ്ങനെ ജീവിക്കും? എന്നാൽ ദൈവം ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം പറയുന്നു. അവരെ ദൈവസ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ ദീർഘക്ഷമയിലേക്കും നയിക്കുന്നു. നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നുവോ? നാം നടന്നു തീർക്കാൻ അതേ ദൈവം തന്നെ പാതകളെ ചോദ്യം ചെയ്യുന്നുവോ? അത് ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ നടന്നു തീർക്കേണ്ടതായ ദൈവം തന്നെ അനേക പാതകളുണ്ട്. ആ പാതകളെ ചോദ്യം ചെയ്യാതെ കർത്താവിൻ്റെ നേതൃത്വത്തെ പിന്തുടരൂ. നിങ്ങളുടെ ഭാരമുള്ള ഹൃദയത്തെ ദൈവത്തിൻ്റെ മാറാത്ത സ്നേഹത്തിലേക്കും കർത്താവിൻ്റെ ദീർഘക്ഷമയിലേക്കും നയിക്കൂ. നമ്മുടെ പ്രയാസങ്ങളെല്ലാം, നമ്മുടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലും ഇത് രണ്ടും നമ്മുടെ ഏറ്റവും അടുത്ത സഹായിയാണ്. അവയിൽ വിശ്രമിക്കുക, അവയിൽ വിജയിക്കുക, അവയിൽ സന്തോഷിക്കുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരാൻ സമയമായി. ആകയാൽ കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാക്കുന്ന ദൈവകൃപ നമ്മളിൽ വെളിപ്പെടേണ്ടതിന് നാം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പിതാവേ, നിൻ്റെ അളവില്ലാത്ത സ്നേഹത്തിന്, ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ ക്ഷമയ്ക്കും നന്ദി പറയുന്നു. ഞാൻ ഇന്ന് എൻ്റെ ഹൃദയത്തെ ഈ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നു. നാമത്തെ മഹത്വപ്പെടുത്തിയല്ലോ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.